2 ദിവസം മുമ്പ് ഒരു വീഡിയോ കാണാനിടയായി. അപ്പോഴേ അതിൻ്റെ ഒരു ശകല ഭാഗം നമുക്കൊന്ന് കേൾക്കാം. മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ ഏതെങ്കിലും പെണ്ണിനെ അത് സഹിക്കാൻ കഴിയുമോ? ഭർത്താവിനെ കാമുകിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചതിന് ശേഷം അവരുടെ കൂടെ ഒരുമിച്ച് ജീവിക്കാൻ ഏതെങ്കിലും ഭാര്യ തയ്യാറാവും? ഒരുവിധ ഭാര്യമാരൊന്നും അതിന് തയ്യാറാവില്ല, അല്ലേ? ഭർത്താവ് വേറെ പെണ്ണിനെ നോക്കിയെന്ന് പറഞ്ഞാൽ പോലും ഇവിടെ ആർക്കും സഹിക്കാൻ കഴിയില്ല. അപ്പോഴാണ് ഭർത്താവിന്റെ കാമുകിന്റെ കൂടെ ജീവിതം പങ്കിടുന്നത്. ഭർത്താവിന് അവിഹിതം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒന്നുകിൽ അവർ തമ്മിൽ ഡിവോഴ്സ് ആകും, അല്ലെങ്കിൽ ഭർത്താവ് 2 ഭാര്യമാരെയും കൊണ്ട് 2 വീടുകളിൽ താമസിക്കും. ഭാര്യമാര് 2 പേരും തമ്മിൽ കണ്ട നല്ല അടിയായിരിക്കും. ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ സാധാരണ സംഭവിക്കാറുള്ളത്, അല്ലെ? എന്നാൽ അപൂർവമായെങ്കിലും ഇതിന് നേരെ വിപരീതമായി സംഭവിക്കാറുണ്ട്. അതിലൊന്നാണ് നമ്മുടെ ബഷീർ ഫാമിലി. ബഷീർ ആദ്യം സുഹാനെ പ്രണയിച്ച് കല്യാണം കഴിച്ചു. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മഷൂറയും പ്രണയിച്ച് വിവാഹം കഴിച്ചു. സുഹാനയ്ക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തത് കൊണ്ട് ബഷീർ 2 ഭാര്യമാരെയും കൊണ്ട് ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി. ഏകദേശം ഇതുപോലുള്ള മറ്റൊരു ഫാമിലിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇപ്പം ഇൻസ്റ്റയിലൊക്കെ അത്യാവശ്യം ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരു പാർട്ടിയുടെ കാര്യമാണ്. ആളുടെ പേര് ഹംസ എന്നാണ്. അയാളെ ആദ്യ ഭാര്യ അനീഷ, രണ്ടാമത് അയാൾ കല്യാണം കഴിച്ചു, അത് നൈസ എന്നാണ്. ഈ ഹംസ എന്ന് പറയുന്ന ഫ്രോഡെന്നേ പറയാൻ പറ്റൂ. ഫ്രോഡെന്ന് പറയണതിന് ഒരു കാരണമുണ്ട്. അയാൾ സ്കൂളിൽ പഠിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാവുകയും 10 വർഷം വരെ പ്രണയിച്ചതിന് ശേഷം കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചിട്ടും പിന്നും 10 വർഷത്തിൽ കൂടുതൽ, അതാ ഏകദേശം 11 വർഷവും കണ്ടാവാൻ പോകുന്നു. അതുവരെ അവർ ജീവിച്ചു. ഇതിനിടയിൽ വഴക്കുകളും തർക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടാവാം. അങ്ങനെയൊക്കെ ആയിട്ട് എങ്ങനെയൊക്കെയോ ജീവിച്ചു പോയി. അപ്പോൾ ജീവിച്ച് അതിൽ 2 കുട്ടികളുണ്ടായി, ഒരു മോനും ഒരു മോളും. ഈ അടിയും പിടിയൊക്കെ കൂടി ജീവിച്ചു പോകുന്ന സമയത്ത് തന്നെ ഇയാൾക്ക് എന്തോ ഓഫീസിൽ അങ്ങോട്ട് ജോലി ഉണ്ടെന്ന് പറയുന്നു. ഈ ഹംസ എന്ന് പറയുന്ന ആള് അവിടെ തന്നെ ജോലിയുള്ള വേറൊരു സ്ത്രീയുമായി പ്രണയത്തിലാകുന്നു. പ്രണയത്തിലായത് ഈ സത്യം പറഞ്ഞ ഈ ആദ്യ ഭാര്യ അറിയുന്നില്ല. അവൾ നോക്കുമ്പോൾ അവളെ കുഴപ്പമൊന്നുമില്ല, അവളെ അത്യാവശ്യത്തിന് നോക്കുന്നുണ്ട്, മക്കളെ ആവശ്യത്തിന് സ്നേഹിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു കൂടുതൽ സ്നേഹം ഭാര്യമാർക്ക് കൊടുക്കും. കുട്ടികളെ അമിതമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങും. എന്തിനാണ് ആ സ്നേഹം? വെളിയിലുള്ളവർ കാണാൻ വേണ്ടി, ഒന്നുകിൽ നാട്ടുകാർ കാണാൻ വേണ്ടി, അല്ലെങ്കിൽ അയൽവക്കക്കാർ കാണുന്നത് പോരായിട്ട് വെളിയിൽ ഇറങ്ങുമ്പോൾ അവരും പറയും, അവരങ്ങനെയാണ് ജീവിക്കണത്, എന്തോരു സൗഹൃദം, എന്തോരു സ്നേഹം, അങ്ങനെയാണ് അല്ലെങ്കിൽ അവൻ കൊണ്ട് നടക്കണത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഈ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി. ഈ ഹംസ എന്ന് പറയുന്ന ഇയാൾ ഇൻ്റർവ്യൂ കൊടുക്കുകയാണ്. ഇവരെ പ്രണയം എങ്ങനെയാണ് തുടങ്ങിയത്? ഒരു ഓഫീസിൽ വെച്ചാണ്. ഓഫീസിൽ ജോലി ചെയ്യുന്ന ഹംസയും അതുപോലെ നൈസ എന്ന് പറയുന്ന നൈസ എന്ന് പറയുന്ന ഈ പെണ്ണ് ഹിന്ദു ആയിരുന്നു. അവൾക്ക് അമ്മേ അച്ഛന് ആരൊക്കെയോ ഉണ്ടെന്നൊക്കെ പറയുന്നു. ചേച്ചിയുണ്ടെന്നോ ചേട്ടനുണ്ടെന്നോ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ കാര്യം ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ പ്രണയത്തിലാകുന്നു. ഇവർ ഫുള്ള് റൗണ്ട് അടിച്ച് കറക്കുമായിരുന്നു. അവർ ബാക്കിയുള്ളിടത്ത് താമസം ഇങ്ങനെയൊക്കെ ആയി അവരെ പ്രണയം അങ്ങ് അതിര് കവിഞ്ഞ് അതുക്ക് മേലെ അങ്ങ് പോയി. ഇത് ഈ വീട്ടിലിരിക്കുന്ന ഒന്നും അറിയാത്ത ഭാര്യ, ഇവൻ വരുമ്പോൾ വേവിച്ചനത്തി കൊടുക്കുന്ന ഭാര്യ അറിഞ്ഞിരുന്നില്ല ഇവർ തങ്ങളിലുള്ള പ്രണയം. ഇവൻ പല മതിലുകളും ചാടിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇവൻ ഇത്രയും തൻ്റെ ഇടത്തോടു കൂടി ഇങ്ങനെ പ്രണയിക്കണമെങ്കിൽ. വീട്ടിലിരിക്കുന്ന ഭാര്യ അറിയുന്നില്ല. ഭർത്താവ് വരുമ്പോൾ അവൾ സ്നേഹത്തിൽ ഇയാൾക്ക് ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഷർട്ട് ഊരി കൊടുക്കുന്നു, കാലിൽ ഊരി കൊടുക്കുന്നു, എന്തെല്ലാം ചെയ്ത് അവന് വേവിച്ചനത്തി പാത്രത്തിലാക്കി കൊടുക്കുന്നു. ഇവൻ കൊണ്ടുപോകുന്ന ഫുഡ് ഇത്തിക്കൂടെ തോനയിടടി, ഞാൻ ഇന്ന് തോനയും കഴിക്കൂടി എന്നൊക്കെ പറഞ്ഞ് ഇടിയിപ്പിക്കുന്നു. പിന്നെ അതിനെ കൊണ്ട് ചെന്ന് എവക്ക് കൊടുക്കുന്നു. അവർ ഷെയർ ചെയ്ത് കഴിക്കുന്നു. എന്നിട്ട് അവർ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ താമസിക്കുകയാണെങ്കിൽ, താമസിച്ചാണ് വീട്ടിൽ വരികയാണെങ്കിൽ അത് അടവും കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് ഭാര്യയെ സോപ്പിട്ടൊക്കെ എടുത്ത് പിന്നെ ഇവൾ എങ്ങനെയോ ഇത് ആരിൽ നിന്നോ ഇവൾ അറിഞ്ഞതിന് ശേഷം ഭയങ്കര പുകിൽ നടത്തി. അവളെ സത്യം പറഞ്ഞ ആ ഒരു പെൺകുട്ടിയെ വഞ്ചിക്കുകയാണ് ഈ കാപാലനായ യവൻ ചെയ്തത്.
കാമഭ്രാന്തൻ എന്നേ പറയാൻ പറ്റൂ. ഇങ്ങനെ ഉള്ളവന്മാരെ കാമഭ്രാന്തൻ. യവന്മാർക്ക് പറ്റിയത് മുള്ളുമുരുക്ക അങ്ങനെയൊക്കെയാണ് കേട്ടോ. അതാണ് പറ്റിയത് ഇങ്ങനെ ഉള്ളവന്മാർക്ക്. അപ്പം നമുക്ക് ഈ ഇൻ്റർവ്യൂവിൽ 2 പേരും കൂടി വന്നിരുന്നു. 2 പേരല്ല, പിന്നെ അതിനുശേഷം കല്യാണം കഴിച്ച് ഭാര്യയ്ക്ക് നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഇവനെ കൂട്ട് നിൽക്കേണ്ടി വന്നു, കല്യാണം കഴിച്ചു. അപ്പം നമുക്ക് അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കാണാം. ബഹളമായി വഴക്കായി എല്ലാവരും ഇറങ്ങി. ഒരാൾ അടിച്ച് ഏൽപ്പിക്കാൻ പറ്റും, പറ്റതി മാറി പറ്റത് അത്ര അവസരം എനിക്ക് മനസ്സിലായി മാറത്തില്ലെന്നുണ്ട്. വിളിക്കാനെ എടുത്തോ എന്നും പറഞ്ഞിട്ട് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കരച്ചിരുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് 1-2 വയസ്സല്ലേ ഉള്ളൂ. കരഞ്ഞ് അസുഖമായി. കൊണ്ട് കാണിക്കും മാറും, പിന്നെയും കൊണ്ട് കാണിക്കും മാറും, കണ്ടിന്യൂസ് മാറുന്നില്ല. അങ്ങനെ എല്ലാരും പറയും പിടിച്ചു വെക്കല്ലേ, കുഞ്ഞാണ് എന്തെങ്കിലും സംഭവിച്ചു പിന്നെ പറഞ്ഞിട്ട് മോളാണ് തിരിച്ച് അനിയാനാവുന്നു, തിരിച്ചില്ല അങ്ങനെ ലൈഫിലോട്ട് കൊണ്ടുവന്നതിനോട് പറയാം. ഞാൻ ഓരോ 1.5 റൂമിൻ്റെ തന്നെ. അപ്പൊ എന്റെ ആന്റി ഉമ്മയുടെ എനിക്ക് എന്നിട്ട് നീ ഇങ്ങനെ ഒന്നെങ്കിൽ നീ ജീവിക്കും പിള്ളേർക്ക് വേണ്ട, അല്ലെങ്കിൽ നീ നിന്നെ ഇഷ്ടംപോലെ നീ വെച്ചാൽ കാണിക്കും. അന്നേരം ആ റൂമിന്റെ വെളിയിലോട്ട് ഇറങ്ങുന്ന തന്നെ. അപ്പൊ ഈ കൊച്ചിന് അസുഖങ്ങൾക്ക് വരുമ്പോ അന്നേരം ഒന്നും ഞാൻ ഇരിക്കാൻ ഒരു കാര്യത്തിൽ പോലെ ആശ്രയിക്കും. ഇത് ആദ്യ ഭാര്യയാണ് സംസാരിക്കണത് കേട്ടോ. കുട്ടിക്ക് ഒരു അസുഖം വന്നാൽ പോലും ഈ കാമപ്രാന്തം മൈൻഡ് ചെയ്യൂലെന്ന്. അവന് എവളുമായിട്ട് ഡിങ്കോൾഫി കളിക്കാനായിട്ട് അങ്ങ് പോയി കഴിഞ്ഞു. അപ്പോൾ പിന്നെ അതിനൊന്നും സമയമില്ല. ഈ ഭാര്യയുടെ കാര്യം തിരക്കേ, കുട്ടികളെ കാര്യമൊന്നും എന്നാലും പോട്ട് എന്ന് വിചാരിച്ചു. ഈ ഭാര്യ അറിഞ്ഞതിന് ശേഷമുള്ള കാര്യമാണ് പറയണ കേട്ടോ. ആദ്യമൊക്കെ ഷോപ്പിംഗ് ആയിരുന്നു. ഹംസക്കുട്ടൻ മതിൽ ചാട്ടം ഇല്ല, ആരും ഇല്ല കൂടെ. ഞാൻ എനിക്കൊരു ആപത്ത് വന്നപ്പോ ആരുമില്ല. പിന്നെ ഞാൻ എന്തിനാ എല്ലാവരും ആശ്രയിക്കുന്നു വിചാരിച്ച്. എപ്പോഴെങ്കിലും ഡിവോഴ്സ് ചെയ്താന്ന് ചിന്തിച്ചിട്ടുണ്ട്? പിന്നെ ഞങ്ങള് വക്കീലിന്റെ അടുത്തൊക്കെ പോയായിരുന്നു, സംസാരിച്ച് വക്കീലിന്റെ അടുത്തൊക്കെ വരെ ചെന്നായിരുന്നു. ഈ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ അവിടെ അറിഞ്ഞായിരുന്നു ആ സമയം? ഡിവോഴ്സിന്റെ കാര്യങ്ങളൊക്കെ എല്ലാം അറിയുന്നത്. അന്നേരം അവര് വക്കീൽ പറഞ്ഞു നിങ്ങൾ അവിടെ പറഞ്ഞ കൗൺസിൽ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കൗൺസിൽ. അപ്പൊ ഞാൻ ഇത് തന്നെ നിങ്ങൾ എല്ലാവരും ഞാൻ പറഞ്ഞു എനിക്ക് ഭ്രാന്തൊന്നും ഇല്ല ഞാൻ അവിടെ പറഞ്ഞു. അപ്പൊ അതിനോട് അതല്ല തന്റെ മനസ്സെന്ന് ഞങ്ങൾക്ക് അറിയാം. അപ്പൊ സ്റ്റേഷനിൽ വന്ന് പറഞ്ഞ ആളൊക്കെ മാറി. ഞാൻ കുറെ കൂടെ ബോൾഡായി. അപ്പൊ അവിടെ വെച്ചിട്ടൊക്കെ നമുക്ക് ഓപ്പോസിറ്റ് എനിക്ക് ഇങ്ങനെ വേണം, ഇതാണ് എന്റെ ഡിമാൻഡ്. അപ്പൊ ഭാര്യയെ സ്നേഹത്തോട് ഭർത്താവ് വിളിക്കുന്ന പേര് അനിയ. ഇതൊക്കെ എപ്പോഴും തൊട്ടാണെന്നറിയോ ഈ അനിയ എന്നുള്ള വിളിയും സ്നേഹപ്രകടനവും ഒക്കെ വന്നത്? ഇങ്ങനെ ഒരു അടിക്കും വീട്ടിൽ വരുമ്പോൾ. സ്നേഹം ഭാര്യമാരോടത്ത് അമ്മമാർ പോയി പല ചട്ടിയിലെ രുചി അറിഞ്ഞിട്ടാണ് വരണത്. എന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ചന്തിക്കിട്ട് ഒരു അടിയും കൊടുക്കും. എന്നിട്ട് അനിയ എന്നുള്ള വിളിയുണ്ട് കേട്ടോ പുള്ളിക്കാരൻ. ഷോപ്പിങ് അപ്പോഴും തൊട്ടാണ് അനിയാന്ന് പേരിട്ടത്. ഞാൻ പുറത്തോട്ട് പോകാനൊക്കെ നോക്കി. ആ സമയത്ത് എന്റെ പാസ്പോർട്ടൊക്കെ ആള് വീട്ടിൽ നിന്ന് ഒരു പാതിരാത്രി 12 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്, കുട്ടികളും. അപ്പൊ അതൊരു ഭയങ്കര വേദന വെച്ചാല് നമ്മുടെ കുട്ടികളുടെ ഡ്രസ്സും ഇവളുടെ ഡ്രസ്സെല്ലാം ആയിട്ട് 5 പ്രാവശ്യത്തോളം വന്നിട്ട് തൂത്തുവാരി വീട്ടിൽ നിന്ന് കൊണ്ടുപോകും. അപ്പൊ എന്റെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ വാപ്പമ്മേലെ ഇങ്ങനെ വിഷമിച്ചിരിക്കുക. അവരും പറഞ്ഞാലും ആര് പറഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്, ആ സ്റ്റേജാണ്. ഞാനും പറഞ്ഞത് നമുക്ക് എന്തുകൊണ്ടും ചെയ്യാം, നീ സമാധാനപ്പെടുന്നൊക്കെ പറഞ്ഞ ഫസ്റ്റ് ടൈം ഇങ്ങനെ വീട്ടിൽ നിന്ന് പോകുന്ന മുമ്പ് എന്റെ പാസ്പോർട്ട് വളരെയധികം ബുദ്ധിപൂർവ്വം തന്നെ കയ്യിലാക്കി കളഞ്ഞു. ഞാൻ പുറത്ത് പോയിരിക്കാനായിട്ട്. ഞാനപ്പോ കല്യാണത്തിന് മുമ്പ് ഒരു 4 വർഷമൊക്കെ പുറത്തായിരുന്നു. അപ്പൊ എന്തായാലും ആ വഴി ബ്ലോക്ക് ചെയ്താൽ മതി. പിന്നെ പാസ്പോർട്ട് എടുക്കാനൊക്കെ ആയിട്ട് കുറച്ച് സമയം പിടിക്കുമല്ലോ. അത് കഴിഞ്ഞ് അഡ്വക്കേറ്റിന്റെ പേര് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഫാമിലി ഫ്രണ്ട് കൂടെയാണ് പുള്ളിക്കാരൻ. നമ്മള് എന്നെയും ഇവിടെയൊക്കെ ഒരുപാട് ബ്രെയിൻ വാഷ് ചെയ്ത്. അപ്പൊ എന്റെ പാരന്റ്സിനോട് പറഞ്ഞു അവന്റെ ഭാഗത്ത് തെറ്റാണ്, ഞാൻ ചെയ്ത് തെറ്റാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞു. കാരണം ഒരു ഫാമിലി ഉള്ളപ്പോഴത്തേക്കും വേറൊരു പരിപാടിക്ക് നമ്മൾ പോകുന്നത് തെറ്റ് തന്നെയാണ്. പോയതല്ല, ഞാൻ പറഞ്ഞു ന്യായീകരണം കണ്ടില്ലേ, തെറ്റാണ് ഞാൻ ചെയ്തത്. എനിക്കൊരു ഫാമിലി ഉള്ളപ്പോൾ ഞാൻ വേറൊരു ബന്ധത്തിലേക്ക് പോയത് തെറ്റാണ് എന്നാണ് ഹംസക്കുട്ടൻ പറയണത്. നമ്മള് ആയിപ്പോയതാണ്. അങ്ങനെ പുള്ളിക്കാരൻ കുറെയൊക്കെ ഉപദേശിച്ച് ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ല, എനിക്കിത് എന്തെങ്കിലും തീരുമാനം, ഒന്നല്ലെങ്കിൽ ഞാൻ പറയുന്നതായിട്ട് നിൽക്കണം, അല്ലെന്നുണ്ടെങ്കിൽ എനിക്കിത് പറ്റത്തില്ല. എനിക്ക് പറ്റാത്ത അവസ്ഥയാണ്. കാരണം വെച്ചാൽ നമുക്കൊരു ഡിപ്രഷൻ അടിച്ചിട്ട് എനിക്ക് പറ്റണില്ല, എനിക്ക് മുട്ടി നിൽക്കേണ്. അവളെ സഹിച്ചില്ലേ? സ്വന്തം ഭാര്യയെ 10 വർഷം പ്രണയിച്ച് അവളെ കൊണ്ട് ഉണ്ടായാലും അവളെ കൊണ്ട് നടന്നിട്ടുണ്ട്. പിന്നെ എങ്ങനെയോ അവൻ കെട്ടിയിട്ടും 10 വർഷത്തിൽ കൂടുതൽ ജീവിച്ചു. പിന്നെ അവളില്ല, വേസ്റ്റായല്ലോ. പിന്നെ ഇനി അടുത്തതറിയണ്ടേ എങ്ങനെയാണെന്ന്. അങ്ങനെ അവന് മുട്ടി നിൽക്കുകയായിരുന്നു. അങ്ങനെ എവളെയും കൊണ്ട് അവൻ രണ്ടാമത്തെ
കാമുകിയെ കൊണ്ട് അവൻ കറക്ക് തുടങ്ങിയവൻ കറങ്ങി ചൂറ്റി അവന് പിന്നെ അവസാനം പറ്റണില്ല. നാട്ടുകാരും മൊത്തം അറിഞ്ഞ്, അതുപോലെ തന്നെ കുടുംബക്കാരും അറിഞ്ഞ്, പിന്നെ ഭാര്യയുടെ ആരൊക്കെയോ പറഞ്ഞ് നിൻ്റെ ഭർത്താവ് കൊണ്ട് നടന്ന് എവളുമായിട്ട് കറങ്ങണമെന്നും എവളുമായിട്ട് കഴിയണമെന്നും വർഷങ്ങൾ കൊണ്ടുള്ള പ്രണയമാണ്. എവളെ വെച്ചോണ്ടിരിക്കവേ ഉള്ള പ്രണയമാണ് ഈ രണ്ടാമത്തത്. സ്വന്തം ഭാര്യയെ വെച്ചോണ്ടിരിക്കണ് എന്നിട്ടുള്ള പ്രണയം. നമുക്ക് ഇതിനകത്ത് ഇപ്പൊ ചൂടുവെള്ളത്തിനുള്ള ഒരു പൂച്ചയുടെ അവസ്ഥ ഇവരുടെ ഭാഗത്തെ ആൾക്കാർ കേൾക്കത്തുള്ളൂ കൂടുതലായിട്ട്. പക്ഷെ എന്റെ ഭാഗത്ത് എവിടെയൊക്കെ കുറച്ച് ന്യായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സത്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ ആ സമയത്തെല്ലാം ഇപ്പൊ നമ്മൾ പറയുന്ന കണക്ക് നമ്മുടെ നാട്ടിലുള്ള കമ്മ്യൂണിറ്റിയിൽ ആരും ഇത് വിശ്വസിക്കത്തില്ല. പിന്നെ പയ്യനെ എല്ലാവർക്കും മനസ്സിലായി ഞാൻ പറയുന്നതിലൊക്കെ എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആ സമയത്തൊക്കെ എന്നെയാണെങ്കിലും അനിയനാണെങ്കിലും നൈസാണെങ്കിലും ചേർത്ത് പിടിച്ച കുറെ മനുഷ്യരുണ്ട്. നമ്മൾ മരിക്കുന്നവരെ അവരെ നമുക്ക് ഒന്നിനും ഇപ്പം പറഞ്ഞ ആന്റിയൊക്കെ, കാരണം വെച്ചാല് നമുക്കൊരു ഞങ്ങളും മരിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഈ കുഞ്ഞുങ്ങളുടെ കാര്യം നമുക്ക് നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. അവിടെ നിന്ന് നമ്മൾ തിരിച്ച് റിക്കവർ ചെയ്ത് എങ്ങനെയോ ലൈഫിൽ അതെന്റെ മാതാപിതാക്കളുടെയും ഇവരുടെ മാതാപിതാക്കളുടെയും നമ്മളുടെയൊക്കെ കുഞ്ഞുങ്ങളുടെയൊക്കെ ഒരു പ്രാർത്ഥനയൊക്കെ കൊണ്ടിട്ടാണ്. ഈ പറഞ്ഞ പോലെ നൈസൊക്കെ ഇങ്ങനെ ഇവർ പ്രണയിച്ച് ഇവരുടെ ഇവിടെ പ്രശ്നങ്ങളുണ്ടായി. നൈസ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു ബന്ധം അറിയുമ്പം അനിയ ചിലപ്പം കുഞ്ഞുങ്ങളെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിതം അവസാനിപ്പിച്ച്? അതൊക്കെ ഓൾറെഡി പറഞ്ഞു, വീട്ടിൽ ചെന്നിട്ട് എല്ലാം പറഞ്ഞു. ഞാൻ വീട്ടിൽ അന്ന് പ്രശ്നം ഉണ്ടായ ഓഫീസിൽ അന്ന് വൈകിട്ട് ഞാൻ നൈസ വന്നെന്ന് ഞാൻ അറിഞ്ഞേ. അത് അമ്മടുത്ത് പറഞ്ഞു. അപ്പം പറഞ്ഞ് കുറെ ആൾക്കാരോട് പോണോന്ന് പറഞ്ഞു. ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റാതെ ഇതറിഞ്ഞ് എവളെ വീട്ടിൽ പോകുന്നു, ഓഫീസിൽ പോകുന്നു, എവളെ വീട്ടിൽ ചെന്നിട്ട് അവളെ വീട്ടിൽ ചെന്ന് കിടന്ന് ഇവള് വിഷയം ഉണ്ടാക്കുന്നു, അതിൻ്റെ ഇടയിൽ കേസ് കൊടുക്കുന്നു, ഒരുപാട് പ്രശ്നമായി. അപ്പോൾ ഈ രണ്ടാമത്തെ ഈ കാമുകിക്ക് നാണക്കേടായപ്പോൾ കാമുകി പറഞ്ഞു ഇനി എനിക്ക് പറ്റൂല, എന്നെ കല്യാണം കഴിച്ചേ പറ്റുള്ളൂ എന്ന് ഹംസയുടെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഹംസ എന്തോന്നി ഇത് വീട്ടിൽ വന്ന് ഈ ആദ്യത്തെ ഭാര്യയെ ഒതുക്കി, ഇല്ലെങ്കിൽ നീ പൊയ്ക്കോളണം, ആദ്യത്തെ ഭാര്യയെ ഒതുക്കിയിടാൻ വേണ്ടി അവൻ പല കളികളും അവൻ കളിച്ച്. അങ്ങനെ ഇവള് നിവർത്തികേട് കൊണ്ട് പാവം അവൾ സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ മക്കൾ 2 കിടക്കയില്ലേ, അതുകൊണ്ട് എന്തായാലും വേണ്ടൂല. ഇയാളെ 10 വർഷം പ്രണയിച്ച് 10 വർഷം വരെ ജീവിക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ ആയപ്പോൾ വിചാരിച്ച് എൻ്റെ ഭർത്താവിനെ എനിക്ക് തിരിച്ചു വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവളെന്തോന്നിയത് ഇവള് സമ്മതിക്കുകയാണ് ചെയ്തത്. തൊലിക്കട്ടി എങ്ങനെ ഈ 2 ഭാര്യയാരെയും വെച്ചും കൊണ്ട് ഒരു വീട്ടിനകത്ത് വെച്ചുകൊണ്ടിരിക്കണം എന്തോ. അയ്യോ എനിക്ക് എന്തായാലും ആളെ വിളിച്ച് ഫോണൊന്നും ഇല്ല, വിളിച്ചിട്ടൊന്നും കോണ്ടാക്ടില്ല. ഞാൻ എനിക്ക് എന്താ ബഹളം വെക്കാനൊന്നുമില്ല, എനിക്ക് ബഹളം വെച്ചിട്ട് ഒരു കാര്യം നേടാനില്ല, എനിക്ക് ചെയ്യുന്ന എന്താ കാര്യമെന്ന് എനിക്ക് അറിയണമെന്ന് വിളിച്ചപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഞാൻ പറയാം ആരെയൊക്കെ എനിക്ക് ഇപ്പോഴും ആള് വിളിച്ചിട്ട് ഫോണൊന്നും എടുക്കൂല. അമ്മമാരെയൊക്കെ ഒരടവാണെന്ന് ഫോൺ എടുക്കൂല. അമ്മമാർ ഒന്നി സ്വന്തം ഭാര്യമാര് വിളിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രവൃത്തിയൊക്കെ പോകുമ്പോൾ ഒന്നീ ഫോൺ സ്വിച്ച് ഓഫ്, അല്ലെങ്കിൽ പരിധിക്ക് പുറത്ത്, അല്ലെങ്കിൽ ഫോൺ ഈ പോണ വണ്ടിക്കകത്തെടുത്തങ്ങ് മാറ്റിയിട്ടേക്കും. വൃത്തികെട്ടവന്മാരെ. കഴിഞ്ഞ ദിവസം പറഞ്ഞു എങ്ങനെ ഇതിനൊക്കെ ഓർമ്മയുണ്ട്. കസിനുമായിട്ടാ പോയി ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾ പറഞ്ഞു എനിക്കിങ്ങനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. നൈസായും ഭയങ്കര ബോൾഡായി. അപ്പൊ നൈസാക്കിന് വേറെ ഒന്നും ചിന്തിക്കാനൊന്നുമില്ല, എനിക്ക് ഹംസ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് നൈസ പറഞ്ഞു. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ആൾക്കും ആണ് കാര്യം, എനിക്ക് ഹംസ ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല എന്ന് നൈസ പറഞ്ഞു. രണ്ടാമത്തെ ആ പെണ്ണ് ഹിന്ദുവായ പെണ്ണ് കല്യാണം കഴിച്ചിപ്പോൾ മൂത്ത ഭാര്യയെ അടിച്ചു ഇടിച്ചു ഒക്കെ സമ്മതിപ്പിച്ച് പിന്നെ നിവർത്തികേട് കൊണ്ട് ആദ്യത്തെ ഭാര്യ പറഞ്ഞതുപോലെ ഞാൻ സമ്മതിക്കാന്ന് പറഞ്ഞു. ഭയങ്കര ഒരു പ്രശ്നമായി. ഞാൻ പറഞ്ഞു എനിക്ക് 2 മക്കളുണ്ട്, അപ്പൊ എനിക്ക് ഇക്കല ഞങ്ങൾ തമ്മിൽ ഇത്ര ഇതുണ്ട്, എനിക്ക് ഇക്കല ജീവിക്കാൻ പറ്റും. അപ്പൊ എനിക്കും ആ അവസ്ഥയാണ്, ഇപ്പൊ ഇത്രയൊക്കെ നാട്ടുകാരൊക്കെ ഇനി എന്താണേലും ഞാൻ ഇനി ഇക്കല ജീവിക്കത്തില്ല എന്ന് പറഞ്ഞു. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ബഹളമായി വഴക്കായി എല്ലാരും അറിഞ്ഞു. വീട്ടിൽ ഇപ്പൊ ഞാനും എന്റെ അമ്മയും മാത്രമേ ഉള്ളൂ. അച്ഛൻ മരിച്ചു, പിന്നെ ചേച്ചി ആൾ മാരീഡ് ആയിട്ട് വേറെയാണ്. പിന്നെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അത് തന്നെ ഞാൻ പറഞ്ഞു. എനിക്ക് രണ്ടാമത്തെ കാമുകിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അച്ഛൻ മരിച്ചെന്ന്, അച്ഛൻ മരിച്ച് അമ്മയുണ്ട്, ചേച്ചി കല്യാണം കഴിച്ചു വേറെയാണ് എന്നൊക്കെ പറയുന്നു. വേറെ ഓപ്ഷൻ ഇല്ല. അങ്ങനെ എനിക്ക് ഹംസയെ കല്യാണം കഴിച്ചേ പറ്റൂ, ഇത്രയൊക്കെ ആയി, ആളുകളെല്ലാം അറിഞ്ഞ്, അതുകൊണ്ട് ഹംസയെ കല്യാണം കഴിച്ചേ പറ്റൂ എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രണയമൊന്നും അല്ല. എവളെ ഈ സ്വന്തം ഭാര്യയെ മറച്ച് വെച്ചും കൊണ്ട് അഡീഷണൽ വഴി പ്രണയിച്ച്, അഡീഷണൽ വഴിയുള്ള ബന്ധം. പിന്നെ ഇതിലൊക്കെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആള് ഇപ്പം ഇങ്ങനെയുള്ള ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അവളെ മാന്യമായ രീതിക്ക് വിളിച്ചുകൊണ്ട് വന്ന് താമസിക്കുന്നു. മതിൽ ചാടുന്നില്ലല്ലോ,
മതിൽ ചാടാതെ, പാതിരാത്രി ആയിരുന്നാലും മതിൽ ചാടാതെ, മതിൽ ചാടിയ ആളുകളെ കൊണ്ട് പറയിക്കാതെ ഇത് വിളിച്ചുകൊണ്ട് വന്ന് താമസിക്കണം നല്ലത് തന്നെയാണ്. പക്ഷേ പിന്നെ എവക്ക് നിവർത്തിയില്ലാത്തത് കൊണ്ട് ഈ ആദ്യ ഭാര്യ കൂടെ കഴിയുന്നില്ല. അല്ലെങ്കിൽ ഒരു ഭാര്യ ആരും സമ്മതിക്കില്ല. അപ്പോഴേ നീ പോടാ, ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ കൂടെ ജീവിക്കണ്ട. എന്തിന് ഈ വേസ്റ്റ് തിന്നണ്, ഈ എച്ചിൽ തിന്നണ എന്തിന്? പല ചട്ടിയിലെ രുചി അറിഞ്ഞ് കിടക്കണവനെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പോഴേ പെൺപിള്ളേർ പോവും. അങ്ങനെയാണ് ചെയ്യണം. പിന്നെ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവന്മാരെ അടിയും തൊഴിയും കൊണ്ട് സഹിച്ച് കിടക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഒരുപാട് പേര് ഇങ്ങനെ സഹിച്ച് കിടക്കണവരുണ്ട്. എന്നാലും വേണ്ടൂല, ഇനിയിപ്പോൾ ആളുകൾ അറിഞ്ഞാൽ എന്താവും നാണക്കേടല്ലേ എന്ന് പറഞ്ഞ് ആ മക്കൾക്ക് വേണ്ടി ജീവിക്കണ എത്രയോ പെൺകുട്ടികൾ കാണും. അതുപോലെ എത്രയോ പുരുഷന്മാർ കാണും നല്ലതുപോലെ ഭാര്യമാരെ സ്നേഹിച്ച് ഇപ്പോഴും കൈപിടിച്ച് കൈകോർത്ത് കൊണ്ട് നടക്കുന്ന എനിക്ക് കുടുംബമുണ്ട്, എൻ്റെ മക്കളുണ്ട്, എൻ്റെ ഭാര്യയും മക്കളെ എന്ന് പറഞ്ഞ് കിടക്കണ എത്രയോ കുടുംബങ്ങളുണ്ട്. പിന്നെ അവിഹിതത്തിലോട്ട് ചെന്ന് ചാടി പല ചട്ടിയിലെ രുചി അറിഞ്ഞ് കിടക്കണ എത്രയോ എണ്ണ അങ്ങനെയുണ്ട്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലും അറിഞ്ഞാൽ അപ്പോഴേ അങ്ങ് പോകണം. പിന്നെ ഒരുവിധപ്പെട്ടവർ സഹിച്ച് കിടക്കും, മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി കിടക്കും. അവർ വീട്ടിലുള്ളവർ ഒരുപാട് സ്വപ്നത്തോടു കൂടി, ഒരുപാട് ആഗ്രഹത്തോടു കൂടിയായിരിക്കും മാതാപിതാക്കളായിരുന്നാലും സഹോദരങ്ങളായിരുന്നാലും കല്യാണം കഴിച്ച് പറഞ്ഞു വിട്ടിട്ട് അവിടെ നടക്കുന്ന അനുഭവങ്ങൾ, അവർ ആ പെൺകുട്ടികൾ അവിടെ അനുഭവിക്കുന്നത് ചില്ലറ ആയിരിക്കൂല. ഒന്നുകിൽ അവരെ വീട്ടിലുള്ള എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അതിനെ എടുത്ത് അതിനെ മൊത്തത്തിൽ നശിപ്പിച്ച് അതിനുശേഷം ലാസ്റ്റ് ഒന്നും ഇല്ലാത്തവളായി പറഞ്ഞു വിടുന്ന എത്രയോ പെൺകുട്ടികളുണ്ട്. അടിയും ഇടിയും സഹിച്ച് കഴിയുന്ന എത്രയോ പെൺകുട്ടികളുണ്ട്. മക്കൾ കുട്ടിയിലായിരിക്കുമ്പോൾ അവർ കുഞ്ഞല്ലേ, ഇതെന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റൂല, ജീവിച്ചേ പറ്റൂ, ഇങ്ങനത്തെ കാവാലന്മാരോടെ ജീവിച്ചേ പറ്റുള്ളെന്നും പറഞ്ഞ് കിടക്കുന്ന എത്രയോ പെൺകുട്ടികളുണ്ട്. ദയവ് ചെയ്ത് ഒരു കാര്യം ചെയ്യുക, ഇങ്ങനെ കിടക്കരുത്. ഇത് കണ്ടും കേട്ട് ആ ആദ്യ ഭാര്യ ഇനി ഈ രംഗം കണ്ടും കേട്ട് എത്ര നാൾ ആ വീട്ടിൽ കഴിയും? ഇവർ എത്ര സന്തോഷത്തിൽ വീഡിയോ എടുത്തു കഴിഞ്ഞാലും എന്തെങ്കിലും കാര്യങ്ങൾക്ക് അവിടെ ഒരു ഭർത്താവിന് പങ്കിടാനായിട്ട് ഒരു ഭാര്യമാരും സമ്മതിക്കൂല. അങ്ങനെ അഥവാ ഉണ്ടെങ്കിൽ ഒന്നുകിൽ ബന്ധം തീർക്കുകയോ അല്ലെങ്കിൽ വേറെ നിങ്ങളെ പാട് നോക്കി പോവാൻ നോക്കുക. ഇതാണ് ചെയ്യാനുള്ളത്. എവള് ഒരുപാട് സഹിച്ച് എവളെ ഇടിച്ചടിച്ച് ആ മക്കൾക്ക് വേണ്ടി എവള് അവസാനം ജീവിച്ച് ഭർത്താവിനെ പങ്കുവെക്കേണ്ടി വന്ന ഒരു ഭാര്യ എന്ന് വേണം പറയാൻ.